أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما صدق الله العظيم. الفurqan 74. വല്ലദീന യഖൂലൂന പറയുന്നവരുമാകുന്നു. ലദീന ഒരു കൂട്ടരാണ്, യഖൂലൂന അവർ പറയുന്നു, അഥവാ ശേഷം പ്രാർത്ഥനയായതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം. റബ്ബന ഞങ്ങളുടെ നാഥ, ഹബ് ലന, വഹബ യഹബു ഹബ്, ഹബ് എന്ന് പറഞ്ഞാൽ നീ നൽക്, ലന ഞങ്ങൾക്ക്, മിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വസുരിയാത്തിന അല്ലെങ്കിൽ ഞങ്ങളുടെ ഇണകളായിട്ടുള്ളവരെ, വസുരിയാത്തിന ഞങ്ങളുടെ സന്താനങ്ങളായിട്ടുള്ളവരെയും, ഖുർറത്ത അയ്യുനിൻ ഖുർറത്ത് കുളിർമ, അയ്യുൻ കണ്ണുകൾക്ക് അഥവാ കണ്ണുകൾക്ക് കുളിർമ നൽകണമേ, അല്ലെങ്കിൽ കണ്ണുകൾക്ക് കുളിർമയെ നൽകണമേ എന്നർത്ഥം. ഞങ്ങളുടെ ഇണകളാലും ഞങ്ങളുടെ തലമുറകളാലും കണ്ണുകൾക്ക് കുളിർമ നൽകണമേ. വജ്അൽനാ ഞങ്ങളെ ആക്കണമേ, ലിൽ മുത്തഖീന മുത്തഖികൾക്ക്, ഇമാമ മാതൃക അല്ലെങ്കിൽ നേതാവ്. ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ ദാസ്യം, അടിമത്വം സ്വയം ഭരിച്ച അല്ലെങ്കിൽ അംഗീകരിച്ച, അള്ളാഹുവിനെ യജമാനനായി സ്വീകരിച്ച, അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരുടെ സ്വഭാവ മഹിമകൾ അല്ലെങ്കിൽ അവരുടെ കാണപ്പെടുന്ന പ്രത്യേകതകൾ എടുത്തു പറയുകയാണ് ഈ ആയത്തുകളിൽ. അതിൽ അവസാനത്തേതാണ് അവരുടെ പ്രാർത്ഥന. അള്ളാഹുവിനോട് അവർക്ക് ചോദിക്കാനുള്ളത് എന്താണ്? അത് വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത്ത അയ്യുൻ, ഞങ്ങളുടെ മക്കളായിട്ടും ഞങ്ങളുടെ ഇണകളായിട്ടും ഉള്ളവയെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകുന്നതാക്കണമേ, അല്ലെങ്കിൽ അവരാൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ എന്നാണ്. എന്താണ് ഈ കൺകുളിർമ? നമ്മൾ പൊതുവെ സന്താനങ്ങളും കൺകുളിർമ നൽകുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ ദുനിയാവിൽ വലിയ നേട്ടമുണ്ടാക്കുന്നവരും, വലിയ സുന്ദരന്മാരും സുന്ദരികളും, അതുപോലെ വലിയ കരുത്തന്മാരും, ഇങ്ങനെയൊക്കെയുള്ള ഭൗതിക അളവുകോലുകൾ വെച്ചാണ് ഖുർറത്തുൽ ഐൻ വിശദീകരിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ കഴിയും, ഖുർറത്തു ഐനി ഫിസ്സലാഹ്, കൺകുളിർമ കിട്ടുന്നത് നമസ്കാരത്തിലാണ് എന്ന്. അതിൻ്റെ മുമ്പ് പറയണത് നമ്മൾ കൺകുളിർമ പറയുന്ന കാര്യങ്ങളാണ്. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും അത്തീബു വന്നിസാഉ വഖുർറത്തു ഐനി ഫിസ്സലാഹ്, എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്. അത് നമുക്ക് കൺകുളിർമ ഉണ്ടാക്കുന്ന സാധനമാണല്ലോ. അതുപോലെ സ്ത്രീകൾ അഥവാ ഭാര്യമാരുമായി ബന്ധപ്പെടാനും ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ആനന്ദം ലഭിക്കുന്ന, കൺകുളിർമ ലഭിക്കുന്ന കാര്യം നമസ്കാരമാണ് എന്ന്. ഇവിടെ പറയുന്ന കൺകുളിർമ അതൊക്കെ തന്നെയാണ്. അഥവാ ഇണകളും സന്താനങ്ങളുമൊക്കെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് വിശ്വസിച്ചവരായി, സൽപ്രവർത്തികൾ ചെയ്യുന്നവരായി കാണാൻ ഉള്ള ആഗ്രഹമാണ് ഈ വരികളിലൂടെ പ്രകടിപ്പിക്കുന്നത്, ഈ പ്രാർത്ഥനയിലൂടെ. സഹാബിയായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉള്ള സഹാബികളല്ലാത്ത പിൽക്കാലക്കാരായ ആളുകൾ അദ്ദേഹത്തോട്
ആവശ്യപ്പെട്ടു, ആഗ്രഹം പ്രകടിപ്പിച്ചു. താങ്കൾക്ക് ഈ തൂബാലി ഹാത്തൈനിൽ ഐനൈനില്ലത്തൈനി റഅത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ഈ രണ്ട് കണ്ണുകൾക്ക് ആശംസകൾ. ലവദിദ്ന അന്നാ റഅയ്ന മാ റഅയ്ത, താങ്കൾ കണ്ടത് ഞങ്ങളും കണ്ടിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ വശഹിദ്ന മാ ഷഹിദ്ത, താങ്കൾ സാക്ഷിയായതിന് ഞങ്ങൾ സാക്ഷിയായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇമാം ഇബ്നു കസീർ പറയാണ്, ഉദ്ധരിക്കുകയാണ്, ഫസ്തഗ്ലബൽ മിഖ്ദാദ്, അപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം പിടിച്ചു. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ചുരുക്കത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്ത് അത് വലിയ മഹത്തരാണ്. അല്ലാഹു തആല നിങ്ങൾക്ക് ഒരുപാട് ബലാവ് ഒഴിവാക്കി തന്നില്ലേ. നിങ്ങളൊക്കെ ജനിച്ചു വീണത് റബ്ബായിട്ട് അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും അറിയാത്ത, ഇത് അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅരിഫൂന ഇല്ലാ റബ്ബക്കും മുസദ്ദിഖീന ബിമാ ജാഅ ബിഹി നബിയ്യുക്കും, നിങ്ങളെ അല്ലാഹു തആല മാത്രം റബ്ബായിട്ട് അറിയുന്നവരും നിങ്ങളുടെ നബി കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തുന്നവരുമായിട്ട് ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുതന്നില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ശകാരിച്ചുകൊണ്ട് ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ വളരെ പ്രയാസം നിറഞ്ഞ അല്ലെങ്കിൽ ജാഹിലിയത്തിൻ്റെ ഇടവേളയിലാണ് അല്ലാഹു തആല നിയോഗിച്ചത്. എന്നിട്ട് തലമുറകളെയൊക്കെ അവരൊക്കെ അദ്ദേഹത്തിൻ്റെ ദീനിനെ വിഗ്രഹാരാധനയെക്കാളും മുന്തിയതായിട്ട് കാണുന്നില്ല. അങ്ങനത്തെ ദീനിൻ്റെ കാലത്താണ് റസൂലുള്ളാഹിനെ നിയോഗിച്ചത് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ പിന്നെ അന്ന് സഹാബിമാർ അനുഭവിച്ചിരുന്ന പ്രശ്നം ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ അവരുടെ ചിലരുടെ അസ്വാജ്, വേറെ ചിലരുടെ ദുർരിയത്ത്, വേറെ ചിലരുടെ ആബാവ്, ഉമ്മഹാത്ത്, ഇങ്ങനെയൊക്കെ ഉള്ളവർ കാണുകയാണ് അവരുടെ ഈ പറഞ്ഞ ബന്ധുക്കളൊക്കെ പിന്നെ കാഫിറായിട്ട്. ആ വിഷമത്തിൽ നിന്ന് ഉയരുന്നതാണ് ഈ പ്രാർത്ഥന. അഥവാ അവരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഉടപ്പറപ്പുകളെയൊക്കെ ഒന്ന് മുഅ്മിനാക്കി തന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് സന്തോഷം നൽകണമേ എന്നാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ഒരു മനുഷ്യൻ്റെ മുഅ്മിനിൻ്റെ അവസ്ഥ, ഫലാ തഖറു ഐനുഹു വഹുവ യഅലമു അന്ന ഹബീബഹു ഫിന്നാർ, പ്രിയപ്പെട്ടവൻ നരകത്തിലാണ് എന്നറിയുമ്പോൾ ഒരാളുടെ കണ്ണും കുളിർക്കുകയില്ല. അതായിരുന്നു അവസ്ഥ. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്നത്. ഈ കാലത്ത് നമ്മൾ വളരെയധികം മനസ്സിരുത്തേണ്ട ഒരു പ്രാർത്ഥനയാണത്. അഥവാ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീന് അത് സന്മാർഗമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കണം, നമുക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം അത് കിട്ടണമെന്നും അതിലൂടെ അവർ ചരിക്കണമെന്നും അതവരെ പഠിപ്പിക്കണമെന്നും അതിലൂടെ ജീവിക്കാൻ അവരെ പരിശീലിക്കണമെന്നും ഒക്കെയുള്ള താല്പര്യം സ്വാഭാവികമായി ഉണ്ടാകണം. അവർ ആരെങ്കിലും, മക്കളോ കുടുംബമോ ബന്ധുക്കളോ ആരെങ്കിലും അതിൽ നിന്ന് അകന്നു കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മെ അസ്വസ്ഥരാക്കണം. അവർ ശരിയായ മുഅ്മിനായി ജീവിക്കുമ്പോഴേ നമുക്ക് സമാധാനമുണ്ടാകുകയുള്ളൂ. അതുവരെ ഈ പ്രാർത്ഥന പതിവാക്കണം എന്ന് ചുരുക്കം. കാരണം അള്ളാഹുവിനോട് എന്നും പറയാനുള്ളത് അതാണ്. കുടുംബങ്ങളെ, ബന്ധുക്കളെ, ഉടപ്പറപ്പുകളെ ഒക്കെ മുത്തഖികളാക്കണമേ, അല്ലെങ്കിൽ മുഅ്മിനാക്കണമേ, അവരെ സ്വർഗ അർഹിക്കുന്നവരാക്കണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥന വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് പോകരുത് എന്നാണ് ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്ന സന്ദേശം. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖികൾക്ക് ഇമാമ് ആക്കണമേ. ഇമാമ് എന്നുള്ള വാക്ക്
മാതൃക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അൽ മിസാലു വൽ ഖാലബു അല്ലദി യുസ്നഉ അലാ ശക്ലിഹി മസ്നൂഉൻ മിൻ മിസ്ലിഹി. മോഡൽ അല്ലെങ്കിൽ മൊഡ്യൂള് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കാണ് അസ്ലിൽ ഇമാമ് എന്ന് പറയുക. പിന്നെ നേതാവ് എന്ന അർത്ഥം അതിലേക്ക് വന്നു ചേരുകയും അതിന് പ്രചാരം ലഭിക്കുകയും ചെയ്തു. കാരണം നേതാവ് മാതൃകയാകണമല്ലോ. എന്നാൽ ഖുർആൻ വെറും നേതാവ് എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ അത് ഉപയോഗിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നാം താങ്കളെ ജനങ്ങൾക്ക് ഇമാമാക്കുകയാണ്, അഥവാ മാതൃകയാക്കുകയാണ് എന്ന്. ഇവിടെ അത് രണ്ടും ചേർത്ത് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? കുടുംബാംഗങ്ങളെ, മക്കളെ, ദുരിയത്തിനെയൊക്കെ ഖുറത്ത് അയിന് ലഭിക്കുന്ന തരത്തിൽ വളർത്തിയെടുക്കുവാൻ ഉള്ള ശ്രമം ഏതിലൂടെയാണ് വേണ്ടത്? അത് അധികാരപ്രയോഗം, ബലപ്രയോഗം, ഭീഷണി, താക്കീത് അങ്ങനെയല്ല. പകരം മാതൃകയിലൂടെയാണ്. അവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന മുത്തക്കികളാക്കണമേ ഞങ്ങളെ, അല്ലെങ്കിൽ മാതൃകാ മുത്തക്കികളാക്കണമേ ഞങ്ങളെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ മുത്തക്കിയുടെ നേതാവാക്കണമേ എന്നല്ല. മാതൃകയായ ഒരാളെ മുത്തക്കികൾ ചിലപ്പോൾ നേതാവാക്കും. അത് അവരുടെ സെലക്ഷനും എലക്ഷനും ഒക്കെയാണ്. എന്നെ നേതാവാക്കണമേ എന്നല്ല, നേതാവാക്കാനും പറ്റുന്ന മാതൃകാ പുരുഷനാക്കണമേ എന്നാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞത്. അത് കുടുംബവുമായി ചേർത്ത് പറഞ്ഞതിൻ്റെ താല്പര്യം കുടുംബത്തെ മാറ്റേണ്ടത് മാതൃകയിലൂടെയാണ്. അല്ലാഹു തആല നിങ്ങളുടെ മക്കളിലും ഇണകളിലുമൊക്കെ ശത്രുക്കളുണ്ടാകും, അവരെ കരുതിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. സൂറത്തു തഗാബുൻ 14-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. വിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും ശത്രുക്കളുണ്ട്. അവരെ കരുതിയിരിക്കണം, അഥവാ അവരുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. അഥവാ അവർ നിങ്ങളെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിലൂടെ രഹസ്യം ചോർത്തി ഇസ്ലാമിക സമൂഹത്തിനെതിരെ ശത്രുതാ നടപടികൾ കൈക്കൊള്ളുകയോ ഒക്കെ ചെയ്യും. അവരെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ടെന്താ പറയണത്? പിന്നെ പറയണത് വഇൻ തഅഫു വതസ്ഫഹു വയഗ്ഫിറു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. കരുതിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരോട് വിട്ടുവീഴ്ച ചെയ്യുകയും വിശാല മനസ്കത കൈക്കൊള്ളുകയും പിന്നെ നിങ്ങൾ മാപ്പ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു അങ്ങനെയാണ്, അഥവാ അല്ലാഹു ഗഫൂറും റഹീമുമാണ് എന്നാണ് പറയുന്നത്. അതും ഇതും ചേർത്ത് വായിച്ചാൽ ഇതിൻ്റെ വിശദീകരണം വേഗം മനസ്സിലാകും. ഞങ്ങളെ മുത്തക്കികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നവരാക്കണമേ എന്നത് സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയാകുന്നത് അങ്ങനെയാണ്. അഥവാ പിന്നെ മാതൃകയിലൂടെ വേണം. ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഇണകളുമൊക്കെ മുത്തക്കികളായി മാറണം, എന്നിട്ട് കൺകുളിർമ ഉണ്ടാകണം എന്ന് പറയാനാണ് ഇവിടെ അത് ചേർത്ത് പറയുന്നത്. ഏകവചനമായിട്ടാണ് ഇമാമ് എന്ന് പ്രയോഗിച്ചത് എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാർ. അതിൻ്റെ കാരണം എന്താണ്? ഞങ്ങളെ എല്ലാവരെയും കൂടി നേതാവാക്കൂലല്ലോ. എന്തായാലും എല്ലാവരെയും കൂടി ഭരണാധികാരം ഏൽപ്പിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ, അത് ഉറപ്പാണല്ലോ. പിന്നെ എന്താണ്? ഞങ്ങളെ ഓരോരുത്തരെയും മുത്തക്കികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആളുകളാക്കണമേ എന്നാണ് അവരുടെ പ്രാർത്ഥന. ഇത് ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയാണ്. അതിലേക്ക് ചേർത്ത് അത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താ? സത്യവിശ്വാസികൾ അള്ളാഹുവിനെ റബ്ബായി സ്വീകരിച്ച് അല്ലാഹുമ്മ അന്ത റബ്ബി അന അബ്ദുക
ഞാൻ നിന്റെ അടിമയാണെന്ന് സമ്മതിച്ച ആളുകൾ ഇനിയും മുന്നോട്ട് സമൂഹം, കുടുംബം, മക്കൾ തുടങ്ങി എല്ലാവരും ഇങ്ങനെയായിട്ട് ആനന്ദിക്കാൻ കഴിയുന്ന അവസ്ഥ വരണം. അതിന് പറ്റുന്ന ആളുകളായിട്ട് ഞങ്ങൾക്ക് ഇനിയും ഉയരണം, വളരണം. മുകളിൽ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. അവരുടെ പ്രാർത്ഥനയാണ്. ഒരുപാട് കാര്യങ്ങൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിത വിശുദ്ധി, അവരുടെ മാന്യമായ പെരുമാറ്റം, അവരുടെ പാതിരാ പ്രാർത്ഥനകൾ, ഇങ്ങനെ തുടങ്ങി അവരുടെ മിതവ്യയം, ഈ ജാതി സ്വഭാവങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. അവരുടെ തൗഹീദിലുള്ള ഉറപ്പ്, ഇങ്ങനെയൊക്കെ എടുത്തു പറഞ്ഞിട്ട് വീണ്ടും പറയാണ്, അവർ ഇനിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് മുത്തക്കികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നവരാക്കണമേ എന്നാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രാർത്ഥിക്കുന്നവരും ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ഫലമായി കൺകുളിർമ ലഭിക്കുന്നവരുമായ ഇബാദുർ റഹ്മാനിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.